പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വചനമാണ്. കർത്താവ് യേശുക്രിസ്തു സ്വന്തം വായ്മൊഴിയായി പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ആമേൻ. യേശു സ്വന്തം വായ്മൊഴിയായി പറഞ്ഞ വചനമാണിത്. നമ്മൾ ഈ ലോകത്ത് പല ഇരുട്ടുകളിലും പെട്ടുപോകാറുണ്ട്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ നടുവിലാണ് പ്രിയമുള്ളവരെ നമ്മൾ അന്ധകാരത്തിലായി പോകുന്നത്. സൂര്യൻ നട്ടുച്ചയ്ക്ക് പ്രകാശിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഇരുട്ടിലായി പോകും. എങ്ങനെയാകും, എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ കരകയറും, അങ്ങനെ പലവിധമായ ഭാരങ്ങളുടെ ഇരുളിൽ നമ്മളാകുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കും, ഇരുളിൽ നടക്കാതെ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും എനിക്ക് ആ ഒരു ആഹ്വാനമാണ് നിങ്ങളോട് തരുവാനുള്ളത്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു എന്ന വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇരുളുകൾ നേരിടുമ്പോൾ കൂരിരുണ്ട മധ്യത്തിൽ അവിടുന്ന് നമുക്ക് വെളിച്ചമാകും. യേശു നമ്മുടെ പ്രകാശമാകും. യേശു നമ്മുടെ കരം പിടിക്കും, നമ്മളെ നടത്തും. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ അരികിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. അങ്ങയുടെ വചനത്തിനായി സ്തോത്രമപ്പ. യേശു ഞങ്ങളുടെ വെളിച്ചമായി കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രമപ്പ. അങ്ങനെ അല്ലാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ യേശു അവരുടെ വെളിച്ചമായി തീരട്ടെ പിതാവേ. അവരുടെ ഇരുളുകൾ മാറിപ്പോകട്ടെ കർത്താവേ. സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അവരുടെ ജീവിതങ്ങളിൽ നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. എല്ലാവരെയും ഐശ്വര്യമായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ മുഖങ്ങളിലും സന്തോഷമുണ്ടാകട്ടെ. എല്ലാ ജീവിതങ്ങളിൽ നിന്നും ഇരുള് മാറിപ്പോട്ടെ. യേശു എന്ന വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.